ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ പ്രോഗ്രാം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് റെഡി ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. നോ മേക്കപ്പ് ലുക്കില്ല എന്നുള്ളത്, കണ്ണൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്ന പോലെ ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത്, ഞങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ 5 ദിവസം മുന്നേ സ്റ്റേജ് കിട്ടിയത്. നമ്മൾ ആദ്യം കളിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ കമ്മിറ്റിക്കാർ വന്നിട്ട് നിങ്ങൾ കളിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ 5 ദിവസം ഉണ്ടല്ലോ, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കളിക്കാനുള്ള ടൈമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് ആകെ 3 ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ദിവസം എന്ന് പറയുന്നത് വൈകിട്ട് സന്ധ്യക്ക് 6 മണി മുതൽ 8:30 വരെ മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 3 ദിവസവും. ഒരു ദിവസം സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ വേറൊരു ഡാൻസ് ആയിരുന്നു നോക്കിയത്. നമ്മൾ കൊറിയോ ചെയ്ത് സെറ്റാക്കി വെച്ചു. പക്ഷേങ്കിൽ അത് വീട്ടുകാർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അത് ടോട്ടലി ആ പ്ലാന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാട്ട് സെറ്റാക്കി കൊറിയോയെല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്കും 3 ദിവസം എടുത്തു. ആ കൊറിയോ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം ഡാൻസിൻ്റെ കോസ്റ്റ്യൂം നോക്കാൻ അങ്ങനെ പോയി. പിന്നെ മുഖത്താണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കുരു. അപ്പോൾ ഞങ്ങൾ 3 എത്തി. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറിയത്. ഇതാണ് ഞങ്ങൾ കോസ്റ്റ്യൂം വരുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഞങ്ങളുടെ കോസ്റ്റ്യൂം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ചെയ്യുന്നത്. നമ്മൾ സെമി ക്ലാസിക്കൽ ആണെങ്കിലും ക്ലാസിക്കൽ ടച്ചുള്ള കോസ്റ്റ്യൂമിൽ തന്നെയാണ് നമ്മൾ ചെയ്യലുള്ളത്. ഡ്രസ്സും മേക്കപ്പും എല്ലാം നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഓർണമെൻറ്റ്സ് മാത്രമേ കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൂ. അത് നമ്മൾ സിമ്പിൾ നോക്കിയാണ്, പക്ഷേങ്കിൽ നമുക്ക് 3 സെറ്റായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അത് തന്നെ എടുക്കേണ്ട വന്നു. വലിയ ഹെവി അല്ല, എന്നാലും അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ്, ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ്, റോസ് പൗഡർ, ടാൽക്കൺ പൗഡർ, പിന്നെ ഐബ്രോ ഫില്ല് ചെയ്തു, ഐലൈൻ ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ടു. നോർമൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, നമ്മൾ നോർമലി ഒരു വെഡ്ഡിങ് എല്ലാം ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ ഐ ഷാഡോ അല്ല ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇട്ടത്. നമുക്കൊന്നും പോയി വാങ്ങാനൊന്നുമുള്ള ടൈം കിട്ടിയിട്ടില്ല. നമ്മൾ നോർമലി ലാഷ് വെക്കലുണ്ടായിരുന്നു, ഐ ലാഷ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം അത് വാങ്ങാനുള്ള ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എടുക്കാൻ പോയ ദിവസം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. എനിക്കന്ന് കോളേജും ഡ്രൈവിംഗ് ക്ലാസ്സും ഉണ്ടായിരുന്നു, എനിക്ക് രണ്ടാൾക്കും സ്കൂളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ കോസ്റ്റ്യൂം എടുക്കാൻ പോയത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 8:30-9 മണിയൊക്കെ ആയി. അന്നത്തെ ദിവസം പ്രാക്ടീസും നടന്നില്ല. ഒരു ദിവസം അങ്ങനെയാണ് പോയത്. നമ്മൾ ഇന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന മുടി സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡ് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് ചുട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പോണി ടെയിലാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ പോണി ടെയിൽ കെട്ടി ഫ്ലവർ ഇങ്ങനെ ചുറ്റും വെച്ചു. നന്ദും മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്, പിരിച്ചിട്ടിട്ടാണ് കെട്ടിയത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടുമ്പോൾ അണ്ടെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. അവിടെ എത്തിയപ്പോൾ സാനി ഉണ്ടായിരുന്നു. സാനി കുച്ചിപ്പൊടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള 2 ദിവസം തെയ്യത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.